ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഞണ്ട് തോരൻ ഉണ്ടാക്കിയാലോ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഞണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഞണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാളയും കുറച്ച് കുഞ്ഞുള്ളിയും 2 ചെറിയ തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാളയും കുഞ്ഞുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. കൂടെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാവേ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ, തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കണം. ഈ ഞണ്ടിൽ നിന്നൊക്കെ ഒരു വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഞണ്ട് കറി ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.